നിങ്ങൾ ഈ യൂട്യൂബ് ഒന്നും ഓൺലൈൻ മജ്ലിസൊക്കെ ഒന്ന് ഇറങ്ങുക ഫുള്ള്. എന്നിട്ട് മക്കളോടും ഭർത്താവിനോടൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കുക. ഹദ്ദാദെല്ലാം ചെല്ലേണ്ടത് മര്യാദയ്ക്ക് ഓഫ്ലൈനിൽ ചെല്ലിയാൽ മതി. മതി. എന്നിട്ട് മക്കളോടൊക്കെ മോനിക്ക് റിഫായ് ഷേഖിനെ അറിയാം ഉമ്മ ഒരു കഥ പറഞ്ഞെ പറഞ്ഞു കൊടുക്കുക. എന്തൊരു ഇബാദത്താണ് ഇത്. ഭർത്താവിനോട് സംസാരിക്കൂല, പിള്ളേരോട് മിണ്ടൂല. എന്തുകൊണ്ട്? നാളെയാണ് സ്വലാത്ത് സമർപ്പിക്കേണ്ട ദിവസം. എൻ്റെ എത്ര ഈ സ്വലാത്ത് സൈനബ? 1,28,00,000. എൻ്റെ 1,26,00,000 സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഇതെല്ലാം തുടങ്ങിയേക്കണത്? എന്താ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ഭർത്താവിനോട് സംസാരിക്കൂല, മക്കളോട് സംസാരിക്കൂല. എന്ത് ഇബാദത്ത് എന്നാ ഇതിനൊക്കെ കുറിച്ച് പറയേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ ആരാണ്? റാബിയത്തു ശാമിയ റളിയല്ലാഹു അൻഹ ആരാണ്? ഈ രണ്ട് മഹദിമാരുടെയും ചരിത്രം നിങ്ങളൊന്ന് തബഖാത്തു സുഗ്റ അഥവാ ഷാറാനി ഇമാമിന്റെ ഗ്രന്ഥം എടുത്ത് നോക്കൂ. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ അടിപൊളി വസ്ത്രം ഇട്ടിട്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കും, ഇന്ന് നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടോ? ഉണ്ടല്ലോ, ഓക്കെ. എന്നാൽ പിന്നെ ഭർത്താവിന് സുഖിക്കാൻ അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ഇനി ഭർത്താവ് പറയാണ് ഞങ്ങൾക്ക് കുറച്ച് ഇബാദത്ത് ചെയ്യണം, എന്നാൽ ഈ മഹദിമാരെന്ത് ചെയ്യുക? അപ്പുറത്ത് പോയിട്ട് സുബി വരെ ഇബാദത്ത്. ഭർത്താവ് പറയാണ് എനിക്ക് വേണമെന്ന്, എന്നാൽ ഭർത്താവിന് വേണ്ടുവോളം എല്ലാ ആസ്വാദനത്തിനുള്ള സൗകര്യവും ചെയ്തു കൊടുത്ത് ഭർത്താവ് കിടന്നാൽ നിർബന്ധ കുളിച്ചിട്ട് പിന്നെ സുബി വരെ ഇബാദത്ത്. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഭർത്താവിന്. അത് തകിടം മറിയാൻ പാടില്ല. ഇസ്ലാം പഠിപ്പിച്ച ഒരു സിസ്റ്റത്തിന് കേട് വരുത്തിയിട്ടൊന്നും നമ്മളൊന്നും ചെയ്യരുത്. മിൻ അലാമത്തി ഇത്തിബാഇൽ ഹവാ കസ്റത്തുൻ നവാഫിലി ബിലാ ഫർളിൻ എന്ന് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മഹുല്ല കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾ മതം അനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത്, താന്തോന്നിയായി ജീവിക്കുന്നതിൻ്റെ അടയാളാണ് ഫർളുകൾ ഇല്ലാതെ സുന്നത്തുകൾ ജീവിതത്തിൽ എടുക്കാന്നുള്ളത്. ഫർളുണ്ടോ? ഇപ്പോൾ ഫർളുണ്ടോ? ഇല്ലല്ലോ. സുന്നത്തല്ലേ എല്ലാവർക്കും. താത്താമാര് ഇല്ല ഉറൂസിന് സിയാറത്തിനൊക്കെ പോകും. ഫർളല്ലേ മഹറമായ ഒരു പുരുഷൻ കൂടെ ഉണ്ടാവണം, അതില്ല. എന്നിട്ടോ ഉള്ള സുന്നത്ത് എടുക്കുക. ഇത് എയർപോർട്ടിൽ നിന്ന് തള്ളു പറയാ, ബടായി പറയാ, ഇതെന്റെ മഹറമാണ്. എന്നിട്ട് എടുത്തേക്കാ പോണത്? റൗളയിലേക്ക്. ഇന്നാലില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്റെ ഒരു ഗൗരവം ആലോചിച്ച് നോക്കിയേ. സുബ്ഹാന റബ്ബി. ഇപ്പോൾ എന്റെ വിഷയം മാറുന്നില്ല. സ്വാലിഹീങ്ങളുടെ ചരിത്രം ഉമ്മമാർ ഉപ്പമാർ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്തിനെ? സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിച്ചാൽ കുട്ടികൾ സ്വാലിഹീങ്ങളോട് മഹബത്തുള്ളവരായി മാറും. അപ്പോഴല്ലേ കുട്ടികൾ സുന്നത്തമായത്തിന്റെ മക്കളായി വളരുക. ഇല്ലെങ്കിൽ 6ാം ക്ലാസ് മദ്രസ ഒഴിവായി പിന്നെ സ്കൂളും കോളേജും മാത്രമായാൽ 2 കൊല്ലം കഴിഞ്ഞാൽ കുട്ടി വയ്ക്കും, എന്ത് മൊഹീദീഷ്, എന്ത് റിഫായിഷ്, എന്തിനു ഇതിനോ? മൊഹീദീഷയും നമ്മൾ ഒരേപോലെ തന്നെ അല്ലേ? വി ആർ ഈക്വൽ അല്ലേ? അവരെന്തുകൊണ്ട് അങ്ങനെ ചോദിക്കണത്? ഈ വഹാബികളായ ആൾക്കാരുടെ മക്കൾക്ക് സ്വാലിഹീങ്ങളെ കുറിച്ച് അറിയില്ല. അവർക്കറിയോ? ഇല്ല. അതിനവസരം ഒരുക്കി കൊടുത്തിട്ടില്ല. അതിനുമ്മമാര് നന്നായി ശ്രദ്ധിക്കണം. പകൽ ഉറങ്ങുന്നത് കുട്ടികളെ നിരുത്സാഹപ്പെടുത്തണം. ഇപ്പോഴത്തെ കുട്ടികൾ 2:30-3:30 വരെയൊക്കെ ഇൻസ്റ്റഗ്രാമിലാ, റീൽസിലാ. എന്നിട്ട് പകല് 9:30-10 മണിയൊക്കെ ഉറങ്ങിയിട്ടാ പോവുക, ഒരു ഉത്തരവാദിത്വ ബോധമില്ലാതെ. ഇതൊക്കെ നിരുത്സാഹം. 8-9 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഉറങ്ങാം. ഉറക്കിന്റെ മര്യാദ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ഗസാലി ഇമാം റഹിമഹുല്ലാഹിയിൽ പറയുന്നുണ്ട്. ഞാൻ ഈ അടുത്ത് ഒരു പ്രവർത്തകന്റെ ഷോപ്പ് ഉദ്ഘാടനത്തിന്, SSFന്റെ പ്രവർത്തകനാ, അല്ലാഹു ആ ഷോപ്പിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് എൻ്റെ ഉസ്താദാണ്. ഉസ്താദിൻ്റെ കൂടെ ഞാൻ അങ്ങോട്ട് പോയി. തിരിച്ചു വരുമ്പോൾ വണ്ടിയിൽ വേറെ കൂടുതൽ ആൾക്കാരൊന്നുമില്ല. അപ്പം ഞാൻ ഉസ്താദിനോട്, വല്ലപ്പോഴൊക്കെ അല്ലേ നമുക്ക് കിട്ടുള്ളൂ, വേറെ ആരും ഇല്ലാത്തപ്പോൾ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ അതൊക്കെ പറയുമ്പോൾ പറയേണ്ട ഒരു നല്ല പോയിന്റ് ഉസ്താദ് പറഞ്ഞുതരുമെന്ന് വെച്ചു. എത്ര അറിയുന്ന പോയിന്റ് ആണെങ്കിലും അറിയാത്ത പോയിന്റ് ആണെങ്കിലും ഉസ്താദുമാരുടെ നാവിലൂടെ പറയുമ്പോൾ അതിനൊരു അസർ കൂടുതലായിരിക്കുമല്ലോ. അന്ന് ഉസ്താദ് പറഞ്ഞൊരു വാക്കെന്താ പറയുക എന്നോട്, എല്ലാ സ്ഥലത്തും നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എണീക്കാൻ പറയാം, അതന്നെ മതി, ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ അത് മതി. എന്തൊരു വാക്കാ! സത്യത്തിൽ നമുക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്. നേരത്തെ ഉറങ്ങാം, നേരത്തെ ഉറങ്ങാ, നേരത്തെ എഴുന്നേൽക്കുക. ഏളി വൈക്കപ്പ്, ഏളി സ്ലീപ്പ്. അതാ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിന്നെ പൂവൻ കോഴി തോൽപ്പിക്കരുത്.
നിന്നെ പൂവൻ കോഴി തോൽപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്നാ? പൂവൻ കോഴി നേരത്തെ ഉണർന്നിട്ട് കൂവിയിട്ട് നീ എണീക്കേണ്ട അവസ്ഥ വരരുത്. അയ്യേ, മനുഷ്യന്മാരൊക്കെ നിന്നേക്കാൾ കൂടുതൽ റാങ്ക് വാങ്ങുകയാണെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. കോഴി വരെ നിന്നെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. നമ്മളെ കുട്ടികൾ രാത്രി നേരത്തെ ഉറങ്ങുന്നവരാവും. എല്ലാവരും നെറ്റ് സൗകര്യങ്ങളും വൈഫൈ സംവിധാനങ്ങളൊക്കെ സെൻട്രൽ ഹാളിലാക്കിയിട്ട് റൂമിലേക്ക് സൗകര്യങ്ങളില്ലാതെ കുട്ടികൾക്ക് അസൈൻമെൻറ്റ് പ്രൊജക്റ്റൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ സെൻട്രൽ ഹാളിൽ തന്നെ കമ്പ്യൂട്ടർ ടാബൊക്കെ സംവിധാനിക്കാം. എന്തെങ്കിലും സ്കൂളിൽ അസൈൻമെൻറ്റും പ്രൊജക്റ്റൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ തന്നെ എല്ലാവരും കാണത്തക്ക വിധത്തിൽ ചെയ്തോട്ടെ. എല്ലാവരും കാണത്തക്ക വിധത്തിൽ ചെയ്തോട്ടെ. അങ്ങനെ ആയിക്കോട്ടെ. എല്ലാവരും കാണുന്ന വിധത്തിൽ. എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ. കുട്ടികൾ നേരത്തെ ഉറങ്ങുക. ويمنع من أن يفتخر على أقرانه بشيء مما يملكه والده أو بشيء من مطاعمه وملابسه أو لوحه أو دواته بل يعبد التواضع والإكرام لكل من عاشره والتلطف في الكلام معه. കുട്ടികളോട് പോയിട്ട് ഭയങ്കര വടായിയും തള്ളും പറയുന്ന ശീലങ്ങൾ ചില കുട്ടികൾക്കുണ്ടാവും. എൻ്റെ ഉപ്പ നാളെ ഗൾഫിൽ നിന്ന് വരും, എൻ്റെ ഉപ്പ അങ്ങനെ ഒരു ഫോൺ കൊണ്ടുവരും, അങ്ങനത്തെ വർത്താനൊക്കെ കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുക. എന്താണ് നിങ്ങൾ? ആ കുട്ടിക്ക് ഉപ്പുണ്ടാവും, നീ ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ കൊണ്ടുവരും, ഇങ്ങനെ ആ കുട്ടീൻ്റെ ഉപ്പ മരിച്ചതല്ലേ അങ്ങനെയൊക്കെ പറയല. ആ കുട്ടീൻ്റെ കൽബത്ര വേദനിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ പറയലേ. എന്താ താഴ്മയോടെ സംസാരിക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. കൂടെയുള്ള എല്ലാവരെയും ആദരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പഠിപ്പിക്കണം. ആരോട് സംസാരിക്കുമ്പോഴും സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ പഠിക്കണം. എൻ്റെ ഉപ്പൊക്കെ അങ്ങനെ ഉണ്ട്, എൻ്റെ ഉപ്പ പുതിയ കാർ എടുക്കൂ, എൻ്റെ ഉമ്മ പറഞ്ഞു പുതിയ ജോഡു. അത് പറയുമ്പോൾ തന്നെ 2 മുട്ട പൊഴിഞ്ഞ വായിലിട്ട ഒരു ഫീലിംഗ് ഉണ്ടാവും. അതുണ്ടാവരുത്. അടുത്തത് എന്തൊരു വർത്താന നോക്കിയ. ആരടുത്തുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് വലിയ കാര്യമാവാത്ത രീതിയിൽ കുട്ടികൾ പരിശീലിപ്പിക്കണം. എനിക്ക് ഇന്നലെ എൻ്റെ സുഹൃത്തോ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് പിന്നെ പെൻസിൽ തന്നതിന്, ഇന്ന് ഇറൈസർ തന്നതിന്, റബ്ബർ തന്നതിന്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് തന്നതിന്, സ്വീറ്റ്സ് തന്നതിന്, ചോക്ലേറ്റ് തന്നതിന്, ഇങ്ങനെ എല്ലാവരും തന്നിന് എന്ന് പറയുന്നതിനെ കുട്ടികൾക്ക് നിരുത്സാഹപ്പെടുത്തുക. നീ എന്താടാ ആരടുത്ത് നിന്നൊക്കെ വാങ്ങാൻ പോകുന്ന ആളാ, യാചകനാ. കൊടുക്കലേ വേണ്ടി ബാക്കിയുള്ളവർക്ക്, ബാക്കിയുള്ള ആളെടുത്തുനിന്ന് ഇങ്ങനെ കിട്ടണമെന്നാണ് വിചാരിക്കേണ്ടത്. നമ്മൾ തന്നെ അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മോനിക്ക് മൂത്തന്മാരെ വീട്ടിൽ പോയിട്ട് പെരുന്നാൾ പൈസ എത്ര കിട്ടിയത്, അപ്പുറത്തുനിന്നോ അവിടുന്ന് എത്ര കിട്ടി, ടോട്ടൽ ഇപ്പം എത്ര 1200. മോക്കോ ഈ കുട്ടി എന്താ പഠിക്കല്? കുട്ടി എന്താ പഠിക്കല്? എടോ, ഈ വാങ്ങുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. ബാക്കിയുള്ള അടുത്തുനിന്ന് വാങ്ങുന്നവരല്ലല്ലോ നമ്മളാവേണ്ടത്. പിന്നെ കൊടുക്കുന്നതല്ലേ ഏറ്റവും ടോപ്പ്. വാങ്ങല മോനെല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കല്ലേ വേണ്ടത്, അങ്ങനെയല്ലേ വേണ്ടത്. നമുക്ക് കിട്ടിയ സമ്മാനമൊക്കെ നമ്മളിങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നതിന് ഒരു ദുരുദ്ദേശം ഇല്ലാതെ ഇല്ല. ഇനിയും ആൾക്കാർ തരണം എന്നുള്ളൊരു സംഗതി ഇല്ലാതെ ഇല്ല. കിട്ടണം എന്നല്ല വിചാരിക്കേണ്ടത്. അതൊരു അലച്ചയാണ്, സത്യത്തിൽ അലച്ചയാണ്. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചിലര് വളരെ സാഹിത്യത്തിൽ അലച്ച കാണിക്കും. അതെങ്ങനെ? പണക്കാർ കൂടെ വണ്ടിയിലോ കാറിലോ ഉണ്ടെങ്കിൽ നല്ല ഡ്രസ്സാണ് മക്കൾക്കൊക്കെ പറ്റിയ, പക്ഷെ ക്യാഷ് എടുത്തിട്ടുമില്ല ഇയാൾ കേൾക്കാൻ വേണ്ടിയിട്ട്. വളരെ സാഹിത്യത്തിലുള്ള അലച്ചയാണത്. അതൊക്കെ വളരെ വൃത്തികെട്ട സ്വഭാവമാണ്. അങ്ങനെയൊന്നും ഉണ്ടാവരുത്. നമുക്കുണ്ടാവരുത്, നമ്മളെ കുട്ടികൾക്കും അതുണ്ടാവരുത്.
പിന്നെ ഒരു മജ്ലിസിൽ പാലിക്കേണ്ട മര്യാദകളാണ് പിന്നീട് പറയണത്. ഞാൻ ഇതിനെ കുറച്ചൊന്ന് വേഗതയിലാക്കാം. വയുഅല്ലിം കൈഫിയത്തൽ ജുലൂസ്, ഒരു മജ്ലിസിൽ പോയാൽ ഇരിക്കേണ്ടത് എങ്ങനെ, പ്രത്യേകിച്ച് വലിയവരും മുതിർന്നവരും തങ്ങന്മാരും ഉസ്താദുമാരും സാറുമാരും ടീച്ചർമാരൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെ ഇരിക്കണം, വളരെ അദബോടുകൂടി ഇരിക്കാൻ ആ കുട്ടികളെ ചെറുപ്പത്തിലേ പരിശീലിപ്പിക്കണം. വലായള രുചിലന്നാല രുചിലിൻ, കാലിൻ്റെ മേലെ കാല് വെക്കുന്നത് ഇപ്പോൾ ഒരു മോഡലാണ്. ഇപ്പോൾ വീഡിയോ ഒരാൾ ചെയ്യണമെങ്കിൽ കാലിൻ്റെ മേലെ കാല് വെക്കണം, എന്നാലേ ഒരു റാഹത്താവുള്ളൂ, എന്നാലേ ഒരു പ്രൊഫഷണൽ ആവുള്ളൂ. അതൊന്നും കുട്ടിയൊക്കെ ഉണ്ടാവരുത്. ചെറുപ്പത്തിൽ തന്നെ മോൻ ഇതെന്താണ് കീബറിൻ്റെ ഇരുത്തില്ല, എന്താ മോൻ ഇങ്ങനെയൊക്കെ ഇരിക്കണം, കാലൊക്കെ മാറ്റ്. ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്നില്ല, നീ എന്താ ഈ സോഫിൻ്റെ മേലെ കാലൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നേ? കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. മജ്ലിസിൽ നിന്നിങ്ങനെ കാർക്കിച്ച് തുപ്പാൻ ഒരുങ്ങുന്ന സ്വഭാവം ഉണ്ടോ ചിലയാൾക്ക്, ഹോതാക്കിയിട്ട് വലിക്കുന്ന, അതൊരു ഹയാ ഇല്ലാത്തതിൻ്റെ അടയാളം കൂടിയാണ്. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, അതുകൊണ്ടാൻ പാടില്ല. കസറത്തിൽ കലാം, സംസാരം ഓവറായിട്ട് സംസാരിക്കുന്ന ഇനിയും നിരുത്സാഹപ്പെടുത്തണം. ഇങ്ങനെ സംസാരിപ്പിച്ച് അങ്ങനെ മറ്റുള്ള മുമ്പിൽ ഇങ്ങനെ സംസാരിപ്പിക്കരുത്, അതും നിരുത്സാഹപ്പെടുത്തണം. ഓവറായിട്ട് സംസാരിക്കുന്ന വയുബയ്യനു ലഹു അന്നദാലിക ഫീലു അബ്ന ഇൽ ഇസ്ലാം, അത് ടോക്കറ്റീവായ വർത്താന മോനെ, വായാടികളുടെ സ്വഭാവമാണ്. മോനോട് ചോദിച്ച മാത്രം പറഞ്ഞാൽ പോനെ എന്തിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വയുംനഉ മിനൽ ഹലിഫി റഅ്സൻ, റഅ്സൻ എന്ന് പറഞ്ഞാൽ സ്വാദിഖൻ കാനഉ കാദിബ, വല്ലാഹി സത്യം സത്യം സത്യമായിട്ട് ഞാൻ പോയിട്ടില്ല, വല്ലാഹി ഞാൻ പോയിട്ടില്ല, ഞാൻ പോയിന്, ഇങ്ങനെ സത്യം ചെയ്യുന്നതിനെ തടയണം. അത് സത്യം പറയുന്നതിലെ സത്യം ഉണ്ടെങ്കിലും കള്ളസത്യമാണെങ്കിലും ശരിയായതാണെങ്കിലും അത് പ്രോത്സാഹിപ്പിക്കരുത്, അത് നിരുത്സാഹപ്പെടുത്തണം. നീ എന്നിട്ട് കണ്ടതിനും എടുത്തതിനും, നീ പള്ളിയിൽ നിന്നാണോ വരുന്നത് നിസ്കരിച്ചിനോ സത്യം, ഇതെന്താ എല്ലാം സത്യം വല്ലാഹി സത്യം, അങ്ങനെ ചെയ്യരുത്. ഷാഫി ഇമാം റളിയല്ലാഹു പറയുന്നത് കേട്ടിട്ടില്ലേ, പ്രായപൂർത്തിയായതിനു ശേഷം ഇന്നേ വരെ ഞാൻ സത്യം ചെയ്തിട്ടില്ല. ആ ഷാഫി ഇമാമിന്റെ റളിയല്ലാഹു അനുയായികളല്ലേ നമ്മൾ, അത് ചെയ്യരുത് എന്ന് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. അത്താലായ താദുദാലിക ഫിസ്സഗറി, ചെറിയ പ്രായത്തിലെ നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തി കൊണ്ടുവരാൻ അതിനെ തടയണം. വയുംനഉ മിൻ അൻ യബ്തദിഅൽ കലാം, വലിയവരൊക്കെ ഉണ്ടാവുമ്പോൾ മോനല്ല സംസാരിക്കാൻ തുടങ്ങിയിട്ട് വലിയവരില്ലേ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു. മുഅ്മിനെ പോലത്തെ ഒരു മരം, മുഅ്മിൻ്റെ വാക്കും പ്രവർത്തനമൊക്കെ ഉപകാരമുള്ള പോലെ ആ മരത്തിൻ്റെ ഇലയും ആ മരത്തിൻ്റെ തടിയും ആ മരത്തിൻ്റെ ഫലവും എല്ലാം നല്ല ഉപകാരമുണ്ട്. ആരാണ് ആ മരം, ഏതാണെന്ന് ഉത്തരം പറയുന്ന ആള്? ആരും കൊണ്ടിട്ടില്ല. വീട്ടിലെത്തിയിട്ട് ഉമറുല്ലാഹിനോട് അബ്ദുല്ലാഹിബ്നു ഉമറുല്ലാഹിന് പറഞ്ഞു, മോൻ പറഞ്ഞു എനിക്കറിയാമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാസ്റ്റ് ഈന്തപ്പന മരം എന്ന് പറഞ്ഞല്ലേ, എനിക്കറിയാമായിരുന്നു അത് ഈന്തപ്പന. മോനെന്താ പറയാതിരുന്നത്? ഉപ്പയും സിദ്ദീഖുല്ലാഹിനൊക്കെ ഉണ്ടാവുമ്പോൾ കണ്ടോ, അതൊരു അദബാണ്, അതൊരു അദബാണ്. അദബ് കുട്ടികൾക്ക് നന്നായി കൊടുക്കണം. അതില്ലാതെ പോയാൽ എത്ര വിവരമുണ്ടെങ്കിലും, ഖാഫിളത്തുർ റാഫിയ എന്ന സൂറത്തുൽ വാഖയിലുണ്ടല്ലോ, യാ ഖാഫിദ് യാ അല്ലാ, യാ റാഫിയു യാ അല്ലാ എന്ന അള്ളാഹുവിന് പേരുമുണ്ട്. ചിലർ അള്ളാഹു നരകത്തിൻ്റെ കുഴിയിലേക്ക് അടിച്ചമർത്തും. അതായിരിക്കാം ഈ കിബറോടുകൂടി ജീവിക്കുന്നവരാ. ചിലരെ അള്ളാഹു ഉന്നതങ്ങളിലേക്ക് സ്വർഗത്തിലേക്ക് എത്തിക്കും. ആരെ? താഴ്മയോടെ ജീവിക്കുന്നവർ. അദബുണ്ടാണ്.